ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എച്ച് വ്ളോഗ്സ്. ഇന്ന് ചെറിയൊരു റിവ്യൂ വീഡിയോയുമായിട്ട് വന്നതാണ്. അതായത് ആമസോണിൻ്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസ് വാങ്ങി, അതിനെക്കുറിച്ച് എൻ്റെ യൂസർ റിവ്യൂ പറയാനുള്ള ഒരു വീഡിയോ ആണിത്. ഇതെല്ലാം ഞാൻ തുറന്നു നോക്കിയാണ്, ബട്ട് ഞാൻ പിന്നെ ഒരു ഗുമ്മിനോട് ഇങ്ങനെ അടച്ചു വെച്ചതേ ഉള്ളൂ. ഇതിന് ഏകദേശം ഓൺലൈൻ വരുന്നത് 319 രൂപ, അതായത് 320 രൂപ. ഉപയോഗിച്ച് നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല ഗൈസ്, അങ്ങനെ നെഗറ്റീവായിട്ട് പറയാനൊന്നുമില്ല. ഈ ചെറിയൊരു വിലയ്ക്ക് കിട്ടുന്ന വലിയ കുഴപ്പമില്ലാത്ത ലെൻസാണ്. ഇതിലൂടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫിഷ് ഐ ലെൻസ് വരുന്നുണ്ട്, ഒരു വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്, പിന്നെ ഒരു മാക്രോ ലെൻസും വരുന്നുണ്ട്. ഇതങ്ങനെ വലിയ യൂസായിട്ട് തോന്നുന്നില്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം യൂസൊക്കെ ചെയ്യാം. പിന്നെ എനിക്ക് വൈഡ് ആംഗിളിനൊക്കെ ഇഷ്ടപ്പെട്ട ഫിഷ് ഐ തന്നെയാണ്. എന്ന് വെച്ചാൽ അത് ഇച്ചിരി സൂം ചെയ്യാൻ നമുക്ക് വൈഡ് ആംഗിളായിട്ട് യൂസ് ചെയ്യാം. പിന്നെ കൂടെ ഇത് തൂക്കം ഒരു തോർത്തും വരുന്നുണ്ട്. മൈക്രോ ഫൈബർ ക്ലോത്ത്സ് ആണെന്ന്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത യൂസുണ്ട്. പിന്നെ ചെറിയൊരു ബ്ലറാവുന്നേ ഉള്ളൂ. ഇത് ഫിഷ് ചെയ്യുക, ബട്ട് എനിക്ക് ആദ്യം ഇത് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലാകത്തില്ല. എന്നുവെച്ചാൽ ഫിഷയും മാക്രോയും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഇതേൽ ഒരു വൈഡ് ആംഗിൾ ലെൻസ് എന്ന് തന്ന സാധനം ഇത് സ്യൂട്ടാവുന്നില്ല. ഇതിൻ്റെ ത്രെഡൊന്നും പിടിക്കുന്നില്ല. ഒരു വല്ലാത്ത കൺഫ്യൂഷനായിപ്പോയി. പിന്നെ ചുമ്മാ വെച്ച് നോക്കുമ്പോൾ മനസ്സിലായി, ഇത് മൈക്രോയും വൈഡ് ആംഗിൾ ഒന്നിച്ച് വെച്ചാൽ വൈഡ് ആംഗിൾ ഷൂട്ട് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ വൈഡ് ആംഗിൾ തന്നെ വെച്ചാൽ ഇത് ബ്ലറായിപ്പോവും, കാണത്തില്ല. ഈ റേറ്റിന് വലിയ കുഴപ്പമില്ലാത്ത ലെൻസ് തന്നെ. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ ലിങ്ക് ഒന്നും ഇടാൻ എനിക്ക് വലിയ പിടിയില്ല എങ്ങനെയാണെന്നുള്ളത്, പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. വലിയ കുഴപ്പമില്ല, യൂണിവേഴ്സൽ ക്ലിപ്പ് ലെൻസ് എന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ. എന്തായാലും ചെയ്യാം. ഞാനത് യൂസ് ചെയ്ത് കാണിക്കാം, വായിട്ടടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിപ്പം എടുത്തിരിക്കുന്നത് മൈക്രോ ലെൻസാണ്. പിന്നെ മാറിപ്പോന്നു. മാക്രോ ലെൻസാണ്. കാണാമോ എന്നറിയത്തില്ല ഇത് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറ അത്ര സൂപ്പർ, അതുകൊണ്ട് ഇതിൻ്റെ യൂസ് ഞാൻ കാണിക്കാം. ഇതിങ്ങനെയുള്ള ഒബ്ജക്ട്സിലൊന്നും വർക്ക് ചെയ്തില്ല. അടുത്തുള്ള ചെറിയ കാര്യങ്ങളൊക്കെ കാണാൻ നല്ലതാണ്. എന്നാലും വലിയ കുഴപ്പമില്ല, ഈ വിലയ്ക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ല കിട്ടുന്നുണ്ട്. ദൂരെയുള്ള കാര്യങ്ങൾ ബ്ലറായിട്ടേ കാണിക്കത്തുള്ളൂ. അടുത്ത് വന്നാൽ വലിയ കുഴപ്പമില്ല കിട്ടുന്നുണ്ട്. ഞാനിങ്ങനെ കാണിക്കുന്നത് ചില സെറ്റ് ചെയ്ത് കാണിക്കാൻ നല്ല, നിങ്ങൾക്ക് തന്നെ ഒരു ഇതാകാൻ വേണ്ടിയാണ്. അടുത്തത് വൈഡ് ആംഗിളാണ് ഗൈസ്. ഇത് പലരും ഇത് റിവ്യൂ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. വൈഡ് ആംഗിൾ ലെൻസ് ബ്ലറാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതാണ്. ബട്ട് നമ്മൾ അത് വൈഡ് ആംഗിൾ മാത്രമായിട്ട് എടുത്ത് കൊടുത്തിട്ടാണ്. അത് സ്യൂട്ട് ആകത്തുമില്ല. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ,
മൈക്രോ ലെൻസ് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അതിലോട്ട് വൈഡ് ആംഗിൾ ലെൻസ് കൂടി ത്രെഡ് ചെയ്ത് വെച്ചാൽ മതി. അധികം വൈഡൊന്നും ആകത്തില്ല, അത്യാവശ്യം ഒരു വൈഡ്. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ഫിഷ് ചെയ്യാന്ന്, കാരണം അത് നല്ല 180 ഡിഗ്രി കിട്ടുന്നുണ്ട്. ഇപ്പം വൈഡ് ആംഗിളാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇച്ചിരി ബ്ലറാണിത്, മറ്റെന്ത് ക്ലിയർ ആവും. നല്ല വെട്ടം ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇച്ചിരി വൈഡായിട്ട് കിട്ടുന്നുണ്ട് സംഭവം, വലിയ കുഴപ്പമില്ല. നല്ല വെട്ടമുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, വൈഡായിട്ട് കിട്ടും. അപ്പം ഞാൻ വേണ്ടി തന്നെ കാണിക്കാം. ഇതൊക്കെ ഉണ്ട് അടുത്ത് വരുന്നു. അപ്പോൾ ഇത് വെക്കുമ്പം ഇച്ചിരി വൈഡായിട്ട് ദൂരെ പോകുന്നു, അതാണ് വ്യത്യാസം. വലിയ വൈഡില്ല, ചെറിയ ഇച്ചിരി വൈഡാക്കുന്നേ ഉള്ളൂ. ഇതിലൊക്കെ ടോപ്പ് ഫിഷ് ഐ ലെൻസാണ്. അത് ഞാൻ വെക്കുമ്പം പറഞ്ഞുതരാം അതിൻ്റെ യൂസ് എങ്ങനെയാണ്. ഇരിക്കട്ടെ, ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുന്നത്. നമുക്ക് ഈ വൈഡ് ആംഗിളും ഫിഷ് ഐയും എടുത്ത് മാറ്റാം ആദ്യം. അവരിത് യൂസർ മാനുവൽ ഒന്നും തന്നിട്ടില്ല ഇതെങ്ങനെ യൂസ് ചെയ്യണം. അതുകൊണ്ട് പലരും ഞാൻ ആമസോണിൽ തന്നെ റിവ്യൂ കണ്ടിട്ടുണ്ട്, വൈഡ് ആംഗിൾ ബ്ലർ അങ്ങനെ ഒന്നും കാണത്തില്ല എന്ന് പറയാം. പക്ഷേ അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ഇത് ഫിഷ് ചെയ്യാം, ഫിഷ് ഐ കാണിച്ചുതരാം. ഫിഷ് ഐ ഫിഷയുടെ കൂട്ട് തന്നെ, അതായത് റൗണ്ട് ഷേപ്പിലേ കാണത്തുള്ളൂ. അപ്പം വൈഡ് ആംഗിളായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വീഡിയോ ചെറുതായിട്ടൊന്ന് സൂം ചെയ്താൽ മതി. ജസ്റ്റ് ഇതൊന്ന് വെച്ചോട്ടെ. ഫിഷ് ഐ സെറ്റാക്കി. ഇതിപ്പം സൈഡ് റൗണ്ട് കർവ് ആണ്, ഈ കോണായിട്ട്. അപ്പം അതെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഒന്ന് ജസ്റ്റ് സൂം ചെയ്ത് ഇങ്ങനെ കണ്ടോ, മറ്റേ വൈഡ് ആംഗിളിനെക്കാട്ടും എന്തോരം വൈഡായിട്ട് കിട്ടുന്നത്. ഇപ്പം നല്ല വൈഡായിട്ട് കിട്ടുന്നുണ്ട്. ചെറിയ 1-2 പോയിൻ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് സൈഡിൽ ആ കർവ് എല്ലാം മാർക്ക് കിട്ടും. ബട്ട് എന്നാലും ചെറിയൊരു ബ്ലർ ആകുന്നുണ്ട്, ചെറുതായിട്ടൊരു ബ്ലർ ആകുന്നുണ്ട്. നമുക്ക് വലിയ തെറ്റ് പറയാൻ പറ്റില്ല, ഈ ചെറിയ പ്രൈസല്ലേ ഉള്ളൂ. ഞാൻ മറ്റു നോക്കിയപ്പം 999 റേറ്റൊക്കെ. ഇപ്പം എന്നെക്കൊണ്ട് അത് നടക്കത്തില്ല, കാരണം വർക്ക് തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇലക്ട്രിക്കൽ വർക്കറാണ്. ഡെയിലി നിസ്സാര ശമ്പളമേ ഉള്ളൂ. നമുക്ക് വൈഡ് ആംഗിൾ ലെൻസ് മാറ്റിയിട്ടൊന്ന് റൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്കിൽ നമുക്ക് തെറിക്കാൻ ഒന്ന് റൈഡ്. ഇത് അത്ര ഇതൊന്നും പറയാൻ പറ്റില്ല, ഡിപ്പെൻഡിങ് ഓൺ യുവർ മൊബൈലിൻ്റെ ഇതിലാണ്. അതായത് ഇച്ചിരി ക്വാളിറ്റിയുള്ള ക്യാമറയ്ക്കാണെങ്കിൽ നല്ല വ്യൂ കിട്ടും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സാംസങ് ഗാലക്സി ഗ്രാൻഡ് പ്രൈം പ്ലസ് ആണ്. അപ്പം അതിന് അത്രയ്ക്കൊരു കേപ്പബിലിറ്റി ഇല്ല നല്ല ക്ലിയർ ആയിട്ട് എടുക്കുക. അത്യാവശ്യം നല്ല യൂസുണ്ട്, സ്റ്റെബിലൈസേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കുറേ കാണാനുള്ള സാധനങ്ങളുണ്ടല്ലോ, അത്യാവശ്യം യൂസ് ആവുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ രാവിലെ എടുക്കുന്ന വീഡിയോ, കാരണം ഇച്ചിരി മഴയാണ്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് ഗൈസ്, ഒരു 5 തൊട്ട് 7 വരെ. അയ്യോ, കാട്ടിൽ കയറിപ്പോയി വെയിലടിച്ചോണ്ട്. കോട്ടുകുന്ന് സ്കൂൾ എന്ന് പറയാം.
ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഇതൊക്കെ ധാരാളം മതി ഗൈസ്. പിന്നെ ചെറിയ ചെറിയ നമുക്ക് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് കയറാം. ഒരു തുടക്കക്കാരന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ഇതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ വലിയ സാമ്പത്തികമില്ല. ഇപ്പോൾ എന്നെ പോലെ ഒരു വണ്ടി ആശിച്ച് മോഹിച്ച് എടുക്കുന്നതായിരിക്കും, യൂട്യൂബർ ആണെന്നൊക്കെ വെച്ച് നടക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് വലിയ പൈസ ഒന്നും മുടക്കാൻ കാണത്തില്ല. പെട്ടെന്ന് പൈസ മുടക്കി ഒരു 1000 രൂപ മുടക്കി ഒരു ലെൻസ് വാങ്ങാൻ അല്ലെങ്കിൽ പുതിയൊരു ഫോൺ വാങ്ങാനോ ഒന്നും കാണത്തില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെ പോകുന്നേ ഉള്ളൂ. പിന്നെ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വാങ്ങുന്നത് കുഴപ്പമില്ല. വല്ല യൂസേജ് ഉണ്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ നല്ല കാണുന്നുണ്ടോ എന്നൊക്കെ ആണെങ്കിൽ ലെൻസൊക്കെ വാങ്ങി നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ തെറ്റില്ല. അപ്പം എനിക്കൊരു പിടിയിൽ ഇത് വല്ല ക്ലിക്കാവോ ഈ ചാനൽ. ആദ്യമൊക്കെ ആയിരുന്നു 10 പേരെ കാണുന്നുള്ളൂ പറഞ്ഞാലും പെട്ടെന്ന് കയറുന്നുണ്ടായിരുന്നു. ഞാൻ 1.5 വർഷത്തോളം യൂസ് ചെയ്തിട്ടിരുന്നു ഈ ചാനൽ തുടങ്ങിയിട്ട്. കാരണം എൻ്റെ ഗതികേടും കൊണ്ട് ഒന്ന് എവിടെ ചെന്നാലും പുച്ഛവും കളിയാക്കലും. ഇപ്പം അതെല്ലാം മറന്നു. വീട്ടുകാർ തന്നെ എതിരായിരുന്നു. ഇപ്പം നമുക്ക് വൈഡ് ആംഗിളിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അധികം സ്പീഡിൽ പോകാത്ത എനിക്ക് അധികം സ്പീഡ് അങ്ങനെ വലിയ ഇഷ്ടമല്ല. എന്നാലും അതിൽ വൈബ്രേഷനും വരും. കാരണം ഹെൽമെറ്റ് ഞാൻ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കുടുങ്ങി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു തലവേദന പോലെയൊക്കെ എടുക്കും. ദൈവത്തോടെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ഹൈ ക്വാളിറ്റി ഇട്ട് കാണുക. എന്ന് വെച്ചാൽ മൊബൈൽ ക്യാമറ കൊണ്ട് വലിയ ഗോപ്രോ പോലൊന്നും കിട്ടത്തില്ല. പിന്നെ എനിക്ക് അധികം എഡിറ്റിംഗ് ഒന്നും ചെയ്യാനുള്ള സാഹചര്യമില്ല. കാരണം ഞാൻ മൊബൈലിലാണ് ചെയ്യാൻ നോക്കിയത്. പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ വീഡിയോ എടുത്തു കഴിയുമ്പോൾ തന്നെ ഒരു 10-20 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഒരു 2 GB ഒക്കെ ഇത് വരുന്നുണ്ട്. അത് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോണിലാണെങ്കിൽ ആകെ മെമ്മറി ഇല്ല. സാംസങ്ങിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ കുറേ സോഫ്റ്റ്വെയർ ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് പിന്നെയും കണങ്ങാന്ന് കുറേ സോഫ്റ്റ്വെയർ ഉണ്ട്, അത് പോത്തുമില്ല. 1.5 GB റാമെന്ന് പറഞ്ഞിട്ട് ഫോണ് 8 GB സ്റ്റോറേജാണ്. അതിലാണെങ്കിൽ 6.5 GB ഫോൺ തന്നെ എടുക്കും. പിന്നെ എന്ത് നമുക്ക് കിട്ടുക? പൈസയൊക്കെ സെറ്റായിട്ട് വേണം വേറൊരു ഫോൺ എടുക്കാൻ. ക്യാമറ ഉടനെ എടുക്കുന്നില്ല. കാരണം ക്യാമറ എടുത്താൽ എനിക്ക് വലിയ ഇപ്പോഴത്തെ സ്ഥിതിയിലൊരു പറ്റത്തില്ല. നല്ലൊരു ക്യാമറയ്ക്ക് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ക്യാമറ എടുക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് ഫിഷായി മാറ്റി വൈഡ് ആംഗിൾ നിട്ട് നോക്കാം. ഇപ്പോൾ വൈഡ് ആംഗിളാണ് ഇട്ടിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം യൂസ് ചെയ്യലൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. വൈഡ് ആംഗിളിൻ്റെയും ഫിഷയുടെയും ഡിഫറൻസ് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ ഗൈസ്. അതിലും കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫിഷയാണ്. അത് ഫിഷായിട്ടും യൂസ് ചെയ്യാം. 1-2 പോയിന്റ് സൂം ചെയ്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് വൈഡ് ആംഗിളായിട്ട് യൂസ് ചെയ്യാം. 180 ഡിഗ്രി കിട്ടുമെന്നാണ് പറയുന്നത്. എനിക്ക് അത്രയും കിട്ടുമെന്നുണ്ട് തോന്നുന്നു. എന്നുവെച്ചാൽ ഇന്നലെ ഞാൻ രാത്രി യൂസ് ചെയ്തായിരുന്നു, വീട്ടിൽ തന്നെ വെച്ച് യൂസ് ചെയ്തായിരുന്നു. ഇതിനേക്കാളും ഈ വൈഡ് ആംഗിളിനേക്കാളും നല്ല വൈഡായിട്ട് കിട്ടുന്നുണ്ട് ഫിഷായി. പിന്നെ ചെറിയൊരു ബ്ലർ, ഒന്നും വലിയ കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം യൂസ് എല്ലാം കാണുമല്ലോ. എനിക്ക് തോന്നുന്നു പുതിയ യൂട്യൂബർ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ കാശ് മുടക്കി 7000 രൂപയൊക്കെ കൊടുത്ത് മേടിക്കുന്ന ക്യാമറയ്ക്ക് തന്നെ വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളും സ്റ്റെബിലൈസേഷനും ഒന്നുമില്ല. അപ്പം അത്യാവശ്യം നല്ലൊരു മൊബൈൽ മേടിക്കാമെങ്കിൽ
10 രൂപ 8 രൂപ റേഞ്ചിൽ മൊബൈൽ അടിക്കാൻ കിട്ടും. നല്ല സ്റ്റെബിലൈസേഷനും വൈഡ് ആംഗിളൊക്കെ കിട്ടും. അതിൻ്റെ കൂടി ഒരു ലെൻസ് കൂടി വെച്ച് കൊടുക്കാമെങ്കിൽ പൊളിയാണ്, ഒന്നും അറിയണ്ടേ. 64 GB 128 GB സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കമ്പ്യൂട്ടറിനേക്കാൾ നല്ല കിഡിലോട്ട് എഡിറ്റിംഗ് ചെയ്യാം. 6 GB റാമൊക്കെയാണ് ഇപ്പം ഫോണിൽ വരുന്നത്. ഞാനിപ്പം താമസിക്കാതെ പൈസ കിട്ടുന്നതനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യും. ഇപ്പം വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല വൈഡായിട്ട് കിട്ടുന്നുണ്ട്. മഴ വരുന്നത് ഗൈസ്, മിക്കവാറും പണി വാളുമെന്ന് തോന്നുന്നു. ആകെ പോകുകയല്ലേ മൊബൈലുകൾ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഫിഷായിട്ട് റൈഡാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം.